ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ 19-ാം ദിവസമായ ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം ഒഴുകപ്പെട്ട ദൈവകൃപ. ഇതിന് ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവകൃപ എന്നത് ദൈവഹിതം അല്ലെങ്കിൽ ദൈവിക സ്വഭാവം എന്നതാണ്. ദൈവരാജ്യത്തിലെ നിത്യജീവന് നമ്മളെ യോഗ്യരാക്കുന്നത് ഈ കൃപ തന്നെയാണ്. ഒരു അർഹതയില്ലാത്ത വ്യക്തിയുടെ മേൽ പകരപ്പെടുന്ന ദൈവിക കരുണയാണ് കൃപ. തന്റെ ഏകജാതനായ പുത്രനെ കൃപയും സത്യവും നിറഞ്ഞവനായി ദൈവം ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകുന്നു. ആനന്ദം, സന്തോഷം, അനുകമ്പ, മാധുര്യം, കാരുണ്യം എന്നിങ്ങനെ വ്യത്യസ്തവും ബന്ധിതവുമായ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന പദമാണ് കൃപ. ഒരു യജമാനൻ തന്റെ അടിമയോട് കാണിക്കുന്ന കാരുണ്യമാണ് കൃപ. പുതിയ നിയമത്തിൽ കൃപയെ അരുൾ എന്നും സംസ്കൃതത്തിൽ പ്രസാദ എന്നും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. എബ്രായ ഭാഷയിൽ ഹെസേദ്, ഹെൻ എന്നിങ്ങനെ 2 വാക്കുകളാണ് കൃപയെ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപയാണ്. ശമരിയക്കാരി സ്ത്രീയോട് ദാഹജലം ചോദിക്കുന്ന കർത്താവ് അവൾക്ക് ജീവന്റെ ജലം പകർന്നു നൽകുന്നു. ഇമ്പകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവകൃപയുള്ളവരായി തീരേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന്റെ സ്നേഹം, കൃപ എന്നിവ നമുക്ക് നൽകുവാൻ തയ്യാറാണ്. അതിനെ തിരിച്ചറിഞ്ഞ് അറിയുവാൻ, അതിൽ ഉത്സാഹിക്കുകയും അവന്റെ സ്നേഹത്തെ വസിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ ദൈവകൃപകൾക്കായി നന്ദി അറിയിക്കണം. ഈ നോമ്പിന്റെ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയ ദൈവിക കൃപയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.